റിട്ടയർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ് നമുക്കൊപ്പം. ശ്രീ ജോർജ് ജോസഫ്, 8 വർഷത്തെ നിയമ പോരാട്ടം, ഇതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഘടകങ്ങൾ ഒരുപാട്. അപ്പോഴും ഗൂഢാലോചനയുടെ തെളിവ് എങ്ങനെ കണ്ടെത്താൻ കഴിയും? ഒരുപക്ഷെ അതിൽ നിന്ന് ഊരിപ്പോന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന് ആ വാദി ഭാഗത്തിനു പോലും ഒരു നിരാശ കലർന്ന പ്രതികരണം നടത്തേണ്ടി വരുന്ന അതൊക്കെ തന്നെയാണ്. എന്താണ് താങ്കൾ കരുതുന്നത്? ഇത്രയും വർഷം ഈ കേസ് വ്യക്തമായി പരിശോധിച്ച ഒരാളെന്ന രീതിയിൽ ഇപ്പോൾ ഈ എത്തി നിൽക്കുന്ന സാഹചര്യം, നാളെ ഈ കേസ് പരിഗണിക്കുമ്പോൾ ദിലീപിന് ശിക്ഷ കിട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ്? എൻ്റെ അഭിപ്രായത്തിൽ അതിനകത്ത് കോടതിയിൽ വന്നിരിക്കുന്ന എവിഡൻസസൊക്കെ എന്താണെന്നൊക്കെ ഏകദേശമൊക്കെ എനിക്കും അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും. ഇത് 20 വർഷത്തെ ശിക്ഷ കിട്ടുമെന്നാണ് എൻ്റെ ഒരു കണക്ക്. കാരണം അതിനകത്ത് ഗൂഢാലോചന കൃത്യമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. 120B തെളിഞ്ഞിട്ടുണ്ട്. കാരണം ദിലീപിൻ്റെ ഡിഫൻസ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അത് എവിഡൻസിൽ വന്നിരിക്കുന്നത്, ഇയാളുമായിട്ട് പൾസർ സുനിയായിട്ട് യാതൊരു പരിചയവുമില്ലെന്നാണ്. അതെന്തായാലും പ്രോസിക്യൂഷന് കൃത്യമായി 120 ഉണ്ടെന്നും അവർ തമ്മിൽ കണ്ടിട്ടുണ്ടെന്നും 7 സ്ഥലത്ത് വെച്ച് കണ്ടെന്നാണ് കോടതിയിൽ എവിഡൻസ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് 4 സ്ഥലത്ത് കൃത്യമായി 2 പേരിൽ നിന്ന് സംസാരിക്കുന്നത്, 2 പേര് ആ സന്ദർഭത്തിൽ അത് അവരെ 2 പേരും വിറ്റ്നസ് ചെയ്തവരും കോടതി വന്ന് മൊഴി കൊടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് 120B അതിൻ്റെ ഗൂഢാലോചന കൃത്യമായി പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് ബിജു പൗലോസിനും അതുപോലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്കും സാധിച്ചു, അജയകുമാറിന് സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളത് അനലൈസ് ചെയ്ത് നോക്കുമ്പം കോടതിക്ക് അത് തീർച്ചയായിട്ടും അതിനകത്തുള്ള 8 പ്രതികളും 10 പ്രതികളുണ്ട്, അതിനകത്ത് 8 പ്രതികളെ ശിക്ഷിച്ചേ പറ്റുള്ളൂ. കാരണം 7 പ്രതികൾ ഉറപ്പാണ്. കാരണം അതിനകത്ത് പൾസർ സുനി അയാളുടെ കൂട്ടാളികളും അത് പ്രൂവ്ഡാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പൾസർ സുനി 7 വർഷം അകത്ത് കിടന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോണോ റിമാൻഡിൽ, അത് റെമിഷനായിട്ട് കിട്ടും. അത് തന്നെയല്ല, അതിനകത്ത് നമുക്കറിയാം പല സിനിമാ നടന്മാരും ധന്യ രാമൻ പറഞ്ഞ പോലെ അവരൊക്കെ കാലുവാരി, അവരൊക്കെ അതിനകത്ത് ആകെ ഈ കേസിന് അനുകൂലമായി നിന്നവർ 2-3 താരങ്ങളുണ്ട്. കുഞ്ചാക്കോ ബോബനും പൃഥ്വിരാജും ഒക്കെ നിന്നിരുന്നു. എനിക്ക് ഭാമ എന്നേരം എക്സാമിനേഷൻ സമയത്ത് കുറച്ചൊക്കെ മറുകണ്ഠം ചാടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 നടന്മാർ കൃത്യമായിട്ട് പിന്നിൽ നിന്നു. അതേസമയത്ത് മഹാനടന്മാരാരും ഒരു സപ്പോർട്ടും കൊടുത്തില്ല. അവർ അമ്മയുടെ ആൾക്കാരാണ്, ഞങ്ങൾ ആ അതിജീവിതയുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അവർക്കാർക്കും ദിലീപിന് എതിരായിട്ട് പറയാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. കാരണം അവർക്കൊക്കെ എതിരായിട്ടുള്ള പല സാധനങ്ങളും ദിലീപിൻ്റെ കയ്യിലുണ്ട്. ദിലീപിനെ നമുക്കൊക്കെ അറിയാം, നല്ല നടനെ, നമ്മളൊക്കെ ഇപ്പോഴും ദിലീപിൻ്റെ സിനിമ എൻജോയ് ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ഒരു പ്രവൃത്തി ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരിടത്തും നടക്കാത്ത ഒരു കൊട്ടേഷനായിരുന്നു അത്. കാരണം ഇത്ര വികൃതമായ രീതിയിലുള്ള ഒരു കൊട്ടേഷൻ കൊടുത്ത് അത് റേപ്പ് ചെയ്യാനായിട്ട് ഒരാൾ കൊട്ടേഷൻ കൊടുക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അവരവരൊക്കെ റേപ്പ് ചെയ്ത കേസുകൾ ധാരാളം വന്നെങ്കിലും അല്ലെങ്കിൽ ഗാങ് റേപ്പ് ഉണ്ടായെങ്കിലും ഒരു കൊട്ടേഷൻ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഒരു റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഈ റേപ്പിൻ്റെ ആക്ടിവിറ്റീസിലൊന്നും ദിലീപില്ല. പക്ഷേ 120B വന്ന് പ്രൂവ് ചെയ്ത സ്ഥിതിക്ക് അതിനകത്ത് മറ്റു പ്രതികൾക്ക് 20 വർഷം ശിക്ഷ കിട്ടിയാൽ അതേ ശിക്ഷ തന്നെ 120Bക്കാരനും കൊടുത്തേ പറ്റുള്ളൂ. അവിടെയാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ഇതിനകത്തുള്ള എവിഡൻസുകൾ. ഇതിനകത്ത് നാദിർഷ അവരൊക്കെ ഹോസ്റ്റലായി, അങ്ങനെ കുറേ നടന്മാർ ദിലീപിൻ്റെ കൂടെ സുഹൃത്തുക്കളാണ്. അവർക്ക് ദിലീപിനെതിരായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നാദിർഷ 30,000 രൂപ ഈ പൾസർ സുനിക്ക് ഇട്ടുകൊടുത്തതിന് എവിഡൻസ് ഉണ്ട്. പണം വന്നിട്ടുണ്ട്. പിന്നെ 1,10,000 രൂപ ആദ്യം കൊടുത്തിട്ടുണ്ട്. 1.5 കോടി രൂപയ്ക്കാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയത്ത് ഇത് ഏതെങ്കിലും രീതിയിൽ സ്ലിപ്പായിട്ടുണ്ട്, കേസ് നടത്താനും മറ്റുമായിട്ട് 3.5 കോടി രൂപ കൊടുക്കാവുന്നു. എഗ്രിമെൻറ്റ് അവർ തമ്മിൽ ഓറൽ എഗ്രിമെൻ്റ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടെയുണ്ട്. കാരണം ജയിലിൽ വെച്ച് പൾസർ സുനി ദിലീപിന് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. അത് പൾസർ സുനിയുടെ തടവുകാരൻ എഴുതി വേറെ 3ാമതൊരു തടവുകാരൻ അടുത്തിരിക്കുന്ന സമയത്താണ് അത് എഴുതുന്നത്. അത് ജയിലിൻ്റെ CCTV ദൃശ്യത്തിൽ നിന്ന് എവിഡൻസ് കോടതിയിൽ വന്നിട്ടുണ്ട്. ആ ലെറ്റർ ഇവിടെ ദിലീപിന് കിട്ടിയിട്ടുമുണ്ട്. അതൊരു വളരെ വൈറ്റൽ എവിഡൻസാണ്. കാരണം അത് ദിലീപാണ് പറഞ്ഞിട്ടാണ് ഈ കൊട്ടേഷൻ നടപ്പാക്കിയെന്നുള്ളത് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ദൃശ്യം നമുക്കറിയാം. ഈ കേസിൻ്റെ ആ ദൃശ്യം അത് ഈ സംഭവത്തിന് ശേഷം നേരെ ഓടി അവിടെ
മാളവിയ എന്തോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ദിലീപിൻ്റെ വക അവിടെ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് തുടക്കത്തിൽ മനസ്സിലായത്. പക്ഷേ ഈ ദൃശ്യം പിന്നീട് നമുക്ക് ദിലീപിൻ്റെ അവിടുത്തെ ആ സ്ക്രീനിൽ താനിരുന്നു കണ്ടു എന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും ആയിരുന്ന ഒരാൾ അയാൾ മരിച്ചുപോയി. കൃത്യമായിട്ട് കോടതിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനത് കണ്ടു. ആ ദൃശ്യം അവിടുത്തെ ദിലീപിൻ്റെ അനിയൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഇപ്പോൾ റിട്രീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ആ 120 ആ കോൺസ്പിറസി ആരാണ് നടത്തിയത് അവരിലേക്ക് ദൃശ്യം ചെന്നെന്ന് കോടതിയിൽ തെളിയിച്ചിട്ടുണ്ട്. ആ ദൃശ്യം പിന്നീട് കോടതിയിൽ ആഷ് വാല്യൂവിലൊക്കെ വ്യത്യാസം വന്നെങ്കിലും ഒറിജിനൽ സാധനം ഫോറൻസിക് ഉള്ളതുകൊണ്ട് ആ ദൃശ്യത്തിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കോടതിയിൽ 3 സ്ഥലത്ത് 2018 ജനുവരി മാസത്തിലെ അങ്കമാലി കോടതിയിലും 2018 ഡിസംബർ മാസത്തിലെ മുനിസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ ഓഫീസിലും ട്രയൽ കോടതി 2024 എനിക്ക് തോന്നുന്നു. ആ 3 സ്ഥലത്ത് വെച്ച് ഇത് വിശദമായിട്ട് കണ്ടിരിക്കുന്നു ആര്, അതിനൊക്കെ കേസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ദൃശ്യത്തിനൊന്നും ഒരു പ്രശ്നമില്ല. കാരണം അത് കൃത്യമായി ദിലീപിൻ്റെ വീട്ടിലിരുന്ന് കണ്ടെന്ന് അത് പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള എവിഡൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ദിലീപിന് വളരെ ദോഷകരമായ ഒരു വിധി തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കേസ് വിട്ടുപോകേണ്ടി വരും. ഇപ്പോഴും അങ്ങനെയല്ല ഉണ്ടാവുക എന്ന് പറയുന്നത് ദിലീപിനെ അനുകൂലിക്കുന്നവർ മാത്രമല്ല. നേരത്തെ ശാന്തി ദിനേശ് പറഞ്ഞതും 10 പേർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുകയാണ് ദിലീപ് ചെയ്യുക, ദിലീപിന് അനുകൂലമായി വിധി വന്നാൽ എന്നാണ്. പക്ഷേ അപ്പോഴും മറുവശത്ത് നിൽക്കുമ്പോൾ ഈ വലിയ നിയമ പോരാട്ടം നടത്തുന്നവരടക്കം, സ്ത്രീ ആക്ടിവിസ്റ്റുകളടക്കം ഈ നിയമ പോരാട്ടത്തിന്റെ സുതാര്യതയിൽ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം പല ഘട്ടങ്ങളുണ്ടായിരുന്നു. ജില്ലാ ജഡ്ജി പോലും സംശയനിഴലായ കേസ്, അങ്ങനത്തെ ഒരു ചരിത്രം പോലും ഉള്ളതുകൊണ്ട് നീതി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറയാൻ നിർബന്ധിതരാകുന്നുണ്ട് പലരും. ഇല്ല, നീതി കിട്ടും തന്നെ. കാരണം ആദ്യത്തെ കുറ്റച്ചാർജിനകത്ത് നമുക്കറിയാം ഏതാണ്ട് 28 സാക്ഷികളെ വിസ്തരിച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ആ ട്രയൽ നിർത്തി വെച്ചിട്ട് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ബൈജു പൗലോസ് എല്ലാവരും. അതിനകത്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഒരു എവിഡൻസ് സിനിമാ പ്രൊഡ്യൂസർ ദിലീപിൻ്റെ ഫ്രണ്ട് കോടതി പ്രൊഡ്യൂസ് ചെയ്തു. അതേ സമയത്ത് ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് പുതിയ സാക്ഷികളും വന്നു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അതൊക്കെ കൊടുത്തോട്ടെ, അതിനകത്തൊക്കെ ദിലീപിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കോടതിയുടെ മുമ്പിലിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ്, ആ ഡിപ്പോസിഷൻസ്, അത് തന്നെയല്ലേ പ്രതിഭാഗം രാമപിള്ളയൊക്കെ നല്ല ആർഗ്യുമെൻറ്റ് നടത്തിയിട്ടുണ്ട്, കൗണ്ടറും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും പൊതുവായി ആ കുറ്റച്ചാർജ് ബ്രേക്ക് ചെയ്യാനായിട്ട് ദിലീപിൻ്റെ വക്കീലിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് അവിടെ കൂടുതൽ നടന്നുകൊണ്ടിരുന്നതെന്ന് നമുക്ക്